എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ബോറിംഗ് ഹാബിറ്റ്സ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സ്റ്റെപ്പ് വയ്ക്കാം. ഈ 2 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉള്ളത്. വെൽക്കം ടു ഡേ 1 ഓഫ് 50 ഡേയ്സ് ഗ്രോ ചലഞ്ച്. എല്ലാവർക്കും ഉണ്ടായിരിക്കും വലിയ വലിയ ഡ്രീംസ് ഇല്ലേ? എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ആ വലിയ ഡ്രീം പെട്ടെന്ന് വേണം എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം അത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അത്ര വലിയ ഡ്രീംസ് ഒന്നും അതിന് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടേ? സോ നിങ്ങളുടെ ഈ വലിയ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പാർട്ടാക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് ഒരു 4 കൊല്ലത്തേക്കാണ് വെച്ചെങ്കിൽ അതിനൊരു ആദ്യം ഒരു 4 മാസമാക്കുക, പിന്നെ അടുത്ത 4 മാസമാക്കുക, പിന്നെ അടുത്ത 4 മാസമാക്കുക, അങ്ങനെ ആക്കി പോവുക. ഓരോ മാസങ്ങളാക്കുമ്പോൾ നമ്മൾ പാർട്ടാക്കുമ്പോൾ നമുക്ക് ടാസ്ക് അത്രയും കുറഞ്ഞു കിട്ടും. പിന്നെ അവസാനം നോക്കുമ്പോൾ അതൊരു വലിയൊരു കാര്യമായി, നമ്മുടെ ഡ്രീം അച്ചീവായി എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതും. നമ്മുടെ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായി മാറും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഒരു ദിവസം ഒരു പേജ് വായിക്കുക, ഒരു ബുക്കിൻ്റെ ഒരു പേജ് വായിക്കുക. അതും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ബിസിനസ്സിനെ കുറിച്ചാണ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ചുള്ള പേജ് കൊണ്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. സോ ഒരു 30 ദിവസം വായിക്കുമ്പോൾ 30 പേജ് നിങ്ങൾ വായിച്ചു. ഒരു 200 ദിവസം ആണെങ്കിലോ ഒരു ബുക്ക് നിങ്ങളുടെ വായിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സ്കില്ല് പഠിക്കുക. ഒരു ദിവസം ഒരു 30 മിനിറ്റ് ഇരുന്നാൽ മതി. ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞാൽ നമ്മൾ ആ സ്കില്ല് പഠിക്കും. അതുപോലെ വേറൊരു കാര്യമാണ്, എല്ലാവരും മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് ഞാൻ മോട്ടിവേറ്റ് ആയി, അതൊരു 5 മിനിറ്റ് മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മോട്ടിവേഷൻ പോയി. നമ്മൾ ഒരിക്കലും മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. ചങ്ങായിമാരെ, മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ അവിടെ ഇരിക്കേണ്ടാവുള്ളൂ, നമ്മൾ എവിടെ എത്തില്ല. ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് നമുക്ക് എന്തായാലും ഭാവിയിൽ ഉപകാരം. സോ ഞാൻ പറഞ്ഞ ടിപ്പുകൾ ഏതാ വെച്ചാൽ, ഒന്ന് നമ്മൾ പാർട്ടാക്കിയിട്ട് നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യുക. അതുപോലെ ഓരോ ദിവസം ഡെയിലി ഹാബിറ്റ്സ് പോലെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇന്ന് നിങ്ങളെടുത്ത ഡിസിഷൻ എന്താണെന്നുള്ളത് കമൻറ്റിലൊന്ന് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.